എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഗോതമ്പ് വട്ടയപ്പമാണ്. വായിലിട്ടാൽ അലിയും വിധമാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ടും. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. വളരെ തിന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. 4 മണിക്ക് ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വട്ടയപ്പമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല, എങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പാകമാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1.5 കപ്പ് അളവില് ഗോതമ്പ് പൊടി എടുക്കാം. 2 പലഹാരം തയ്യാറാക്കി എടുക്കാനുള്ള പൊടിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള ശർക്കരപ്പാനി ചേർക്കാം. ഞാനിവിടെ 250 ഗ്രാം അളവുള്ള കപ്പില് 1 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ 1/2 കപ്പോളം നാളികേര പാലൂടെ ഒഴിച്ചു കൊടുക്കാം. വട്ടയപ്പത്തിന്റെ മധുരം ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവില് ഏലക്കപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ മാവ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. 1 കപ്പ് ശർക്കര പാനിയും 1/2 കപ്പ് അളവില് നാളികേര പാലുമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ല കട്ടിയായിട്ടാണ് ഇവിടെ ആയി വന്നിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ നാളികേരപ്പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നാളികേരപ്പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള ബൗള് അല്പം ചെറുതായതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വട്ടയപ്പത്തിന്റെ മിക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ടാണ് ഈ ഒരു ബാറ്റർ നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു പലഹാരം വളരെ പാട പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളതും. നമുക്ക് ഈ വട്ടയപ്പം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. വട്ടയപ്പം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിലെ നെയ്യും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാനുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാനിന്റെ ഉള്ളിലായിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിന്റെ ഉള്ളിലായിട്ട് കുറച്ച് നെയ്യ് കൂടെ തടകിയതിന് ശേഷം പാത്രത്തിലേക്ക് ആവി കയറി വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ലോണം പാത്രം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് ഈ പലഹാരം വളരെ തിന്നായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാട പോലെ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്ത പ്ലേറ്റിൽ നമുക്കിതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പ്ലേറ്റിൽ അല്പം കട്ടിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിന്ന് ഒരു 2 പലഹാരവും ഒരു ചെറിയ പലഹാരം കൂടെ വേവിക്കാനുള്ള അളവുണ്ട്. ഇനിയിപ്പോൾ 2 വട്ടയപ്പം നമ്മൾ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല പോലെ വെന്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഒന്ന് കുത്തിയും കൂടി നോക്കുന്നുണ്ട്. ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഈ പാത്രം താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ 2 വട്ടയപ്പവും ഒറ്റയടിക്ക് തന്നെ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല വട്ടയപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു തരി പോലും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യ വട്ടയപ്പം പാത്രത്തിൽ നിന്നും മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ വട്ടയപ്പവും നമുക്കൊന്ന് അടർത്തി മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ പാട പോലെയാണ് നമുക്ക് ഈ പലഹാരം ഇവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പാത്രത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ അടർത്തിയെടുക്കാനായിട്ട് ഞാൻ സ്പാച്ചുല ഉപയോഗിച്ചിട്ടാണ് അടർത്തിയെടുത്തിട്ടുള്ളതും. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇനി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ള 1.5 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ 3 വട്ടയപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.